അപ്പോൾ കുടുംബക്കാരെ സഹായിക്കുകയും അവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. പക്ഷെ അവിടെയൊക്കെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാനും സഹായിക്കാനും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആരെയാ? സ്വന്തം മാതാപിതാക്കളെയാണ്. സാന്ത്വന പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ വബിൽ വാലിദൈനി ഇഹ്സാനം വബിദിൽ ഖുർബാ, നിങ്ങൾ കുടുംബക്കാരെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷേ അത് പറയാൻ തുടങ്ങുന്നത് വബിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെയ്തിട്ട് നിങ്ങളെ കുടുംബക്കാരെ പരിഗണിക്കണം എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ചെലവഴിക്കുന്നതിനെ പറ്റി പറഞ്ഞെടുത്തപ്പോൾ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾ ചെലവാക്കുമ്പോൾ കുടുംബക്കാർക്ക് ചെലവാക്കണം, പക്ഷേ അത് പറഞ്ഞു തുടങ്ങുന്നത് മാതാപിതാക്കൾക്ക് ചെലവഴിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അഇമ്മത്ത് വെറും ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട സേവനങ്ങളും ഗുണങ്ങളും അവർക്ക് ചെയ്യേണ്ട നന്മകളും മാത്രം പറയാൻ സെപ്പറേറ്റ് നിരവധി ഗ്രന്ഥങ്ങൾ തന്നെ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. മഹാനായ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്ന പേരിൽ ഗ്രന്ഥം രചിച്ചു. തുടർന്ന് മഹാനവറുകളുടെ മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം രചിച്ചു. ഹിജ്റ 597 വഫാത്തായ അബുൽ ഫർജ് ഇബ്നുൽ ജൗസി തങ്ങൾ ഒരു ഗ്രന്ഥം രചിച്ചു. അതിന്റെ പേരെന്നെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു സ്ഥലത്തല്ല മാതാപിതാക്കൾക്ക് നിങ്ങൾ എല്ലാവിധ നന്മകളും ചെയ്യണം എന്ന് പറഞ്ഞത്. 4 സൂറത്തുകളിൽ 4 സ്ഥലത്ത് ഒരേ പ്രയോഗത്തിൽ വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൽ ബഖറയിൽ ആ പ്രയോഗമുണ്ട്, സൂറത്തുൽ അൻആമിലുണ്ട്, സൂറത്തുൽ നിസായിലുണ്ട്, സൂറത്തുൽ ഇസ്രായിലുണ്ട്. 4 സൂറത്തുകളിൽ ഒരേ പ്രയോഗം വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ എല്ലാവിധ നന്മകളും ചെയ്യണം. എന്നിട്ട് മഹാനായ അബുൽ ഫർജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ബിർറുൽ വാലിദൈനിൽ ആ ഗ്രന്ഥം രചിക്കുന്നതിന്റെ കാരണം പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം രചിച്ചത്? ഇന്നി റഅയ്തു ശബീബത അഹ്ലി സമാനി, ഈ കാലഘട്ടത്തെ കുറെ ചെറുപ്പക്കാർ ഞാൻ ശ്രദ്ധിച്ചു, ലാ യൽതഫിതൂന ഇലാ ബിർറിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വിഷയത്തിൽ അവർക്ക് ഒരു ശ്രദ്ധയില്ല, ഒരു മൈൻഡുമില്ല, ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നു പോലുമില്ല. വലാ യറൗനഹു ലാസിമൻ ലുസൂമദ്ദൈൻ, യഥാർത്ഥത്തിൽ നിങ്ങൾ വേറെ ഒരാൾക്ക് കടം വീട്ടാനുണ്ടെങ്കിൽ അത് എത്ര വലിയ ഒരു ബാധ്യതയായിട്ട് നിങ്ങളുടെ തലയിൽ ഉണ്ടാവുമോ അതുപോലെ നിങ്ങൾക്ക് ബാധ്യതയുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്നുള്ളത്. പക്ഷേ എൻ്റെ കാലഘട്ടത്തെ ബഹുഭൂരിഭാഗം ചെറുപ്പക്കാർക്കും ആ വിഷയത്തിൽ ഒരു ധാരണ തന്നെ ഇല്ല. അപ്പൊ അവർക്കൊരു ബോധവൽക്കരണം വേണം എന്ന ധാരണയിലാണ് ഞാൻ ഗ്രന്ഥം രചിച്ചത് എന്ന് ഹിജ്റ 597 വഫാത്തായ ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 850 കൊല്ലം മുമ്പേ ആളുകൾക്ക് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, അവരെ സഹായിക്കണം എന്ന ചിന്ത കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു മനസ്സിലാവുന്നത്. എന്നിട്ട് മഹാനവറുകള് ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ കുറെ ആയത്തും ഹദീസും ഒന്നും അല്ല ഓതുന്നത്. ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തെ അധ്യായം തന്നെ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുമെന്നാ പറയുന്നത്. അതിന് ആയത്തും ഹദീസൊന്നും വേണ്ട, നിങ്ങൾക്ക് ഭ്രാന്തി ഇല്ലാതിരുന്നാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾ വയസ്സാം കാലത്ത് മാതാപിതാക്കളെ നല്ലോണം നോക്കും. ദിക്റുൽ മഅഖൂലി ഫീ ബിർറിൽ വാലിദൈൻ, ആദ്യത്തെ അധ്യായം തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന്റെ യുക്തി വിശദീകരിക്കുന്ന അധ്യായം, യുക്തിപരമായ വിശദീകരണ തുടക്കം തന്നെ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഖൈറു ഖാഫിൻ അലൽ ആഖിലി ഹഖുൽ മുൻഇമി, നമുക്ക് ഒരാൾ ഒരു നിയമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സമയത്ത് കടം കിട്ടാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് കടം തന്നിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിയമത്താണ്. ആ നിയമത്ത് ചെയ്തവനോട് എപ്പോഴും നമുക്കൊരു കടപ്പാടും ഒരു നന്ദിയും വേണമെന്ന കാര്യം ഏത് ബുദ്ധിയുള്ളവനിക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്നതല്ലേ? അതിന് ക്ലാസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊരാളൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് എപ്പോഴൊരു നന്ദിയും കടപ്പാടും നമുക്ക് വേണ്ടേ? അത് ഗൈറു ഖാഫിൻ, എല്ലാവർക്കും വ്യക്ത. എന്നാ മനസ്സിലാക്കിക്കോ, വലാ മുൻഇമ ബഅദൽ ഹഖ് സുബ്ഹാനഹു വ തആല അലൽ അബ്ദി കൽ വാലിദൈൻ. ഈ ലോകത്ത് അല്ലാഹനെ കഴിഞ്ഞാൽ മാതാപിതാക്കളെ പോലെ നമുക്ക് ഗുണം ചെയ്ത, മാതാപിതാക്കളെ പോലെ നമുക്ക് സഹായം ചെയ്ത, മാതാപിതാക്കളെ പോലെ നമുക്ക് അനുഗ്രഹം ചെയ്ത ഒരാളും ഈ ലോകത്ത് വേറെയില്ല.
ഏറ്റവും കൂടുതൽ നമുക്ക് നിയമത്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അപ്പൊ നിയമത്ത് ചെയ്തവനോട് കടപ്പാടുണ്ട് എന്ന പൊതുവായ നിയമം എല്ലാ ബുദ്ധിയുള്ളവനിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വയസ്സാം കാലത്ത് നമ്മൾ എല്ലാവിധ ഗുണങ്ങളും ചെയ്യണമെന്നത് അത് വളരെ വ്യക്തമാണ്. അതിന് കുറെ ആയത്തും ഹദീസൊന്നും വേണ്ട. ഒരു മാതാവ് ഗർഭം ചുമക്കുന്നത് തന്നെ എത്ര വലിയ ഭാരം താങ്ങിയിട്ട, പ്രസവിക്കുന്നത് എത്ര കഠിനമായ വേദന സഹിച്ചിട്ട, ഇനി പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടീനെ പോറ്റാൻ വേണ്ടിയിട്ട് എന്തു വലിയ ശ്രമമാണ് നമ്മുടെ മാതാവ് നടത്തുന്നത്. എന്തെല്ലാം ആഗ്രഹങ്ങളാണ് അവർ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, എത്രയാണ് അവർ ഉറക്കമൊഴിക്കുന്നത്, ഏതെല്ലാം വിഷയത്തിലാണ് സ്വന്തം പിന്നോട്ടടിച്ച് മക്കളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു വാപ്പ മക്കളെ ഒരു നല്ല നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവന്റെ ആയുസ് മുഴുവനും അവൻ കഠിനാധ്വാനം ചെയ്യുകയാണ്, സമ്പാദ്യമുണ്ടാക്കുകയാണ്. ഇങ്ങനെ എല്ലാവിധം നിനക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച നിന്റെ മാതാപിതാക്കൾക്ക് നീ അവർ വയസ്സാവുന്ന സമയത്ത് നന്മ ചെയ്യണം, ഗുണം ചെയ്യണമെന്നത് അത് ബുദ്ധി ഉണ്ടായാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വൽആഖിലു യഅരിഫു ഹഖൽ മുഹ്സിനി, ബുദ്ധിയുള്ളവനിക്ക് നമുക്ക് ഒരാൾ ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിക്ക് തിരിച്ചു നാം ഗുണം ചെയ്യണം. വയജ്തഹിദു ഫീ മുകാഫഅതിഹി, പ്രത്യുപകാരം ചെയ്യണം എന്നത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനിക്കും മനസ്സിലാകുന്ന കാര്യ. അതിനു വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവർ പരിശ്രമിക്കുകയും ചെയ്യും. അതേസമയം ബുദ്ധിയില്ലാത്തവനോ നമുക്കൊരാൾ ഒരു നിയമത്ത് ചെയ്തു തന്നിട്ട് നമ്മൾ അത് കണ്ടില്ല എന്ന് വെക്കുക, അതിനൊരു നന്ദി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അഖസ്സു സിഫാത്ത് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന സ്വഭാവമാണ്. ഒരാൾ നമുക്കൊരു പ്രയാസഘട്ടത്തിൽ കടം തന്നിട്ട് സഹായിച്ച് അയാൾ തിരിച്ച് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമ്പോൾ കടന്നു ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും താഴ്ന്ന സ്വഭാവമാണ്. അതുപോലെ നിന്നെ ചെറുപ്പത്തിൽ എല്ലാ നിലക്കും പോറ്റി വളർത്തി വയസ്സാവുന്ന സമയത്ത് നിന്റെ സഹായം ആവശ്യമുണ്ടാവുന്ന സമയത്ത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ, നന്ദി ബോധമില്ലാതെ, അവരുടെ കടപ്പാടുകൾ വിട്ടാതെ നീ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ ഏറ്റവും തരം താഴ്ന്നവനാണ്. അത് ഏറ്റവും ദുഷിച്ച സ്വഭാവമാണ്, ഏറ്റവും ചീപ്പ് സ്വഭാവമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇനി നിങ്ങൾ ധാരാളം നന്മകൾ മാതാപിതാക്കൾക്ക് ചെയ്തു വയസ്സാം കാലത്ത്, എന്നാലും നിങ്ങൾ ചിന്തിച്ചു പോകരുത് എന്നെ ചെറുപ്പത്തിൽ പോറ്റിയതിനെല്ലാം പകരായിട്ടുണ്ട് ഞാൻ ഈ വയസ്സാം കാലത്ത് മാതാപിതാക്കളെ നോക്കിയത് എന്നൊരിക്കലും ചിന്തിക്കരുത്. വല്യഅലമിൽ ബാറു ബിൽ വാലിദൈൻ അന്നഹു മഹമാ ബാലഗ ഫീ ബിർരിഹി ലം യഫീ ബി ശുക്രിഹിമാ. നീ നിന്റെ ആരോഗ്യവും നിന്റെ സമയവും എല്ലാം വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി വിനിയോഗിച്ചാലും മാതാപിതാക്കൾക്ക് നീ പൂർണ്ണമായി നന്ദി ചെയ്തു, അവരെ കടപ്പാട് വീട്ടി എന്നൊന്നൊരിക്കലും ചിന്തിക്കേണ്ട. എന്നിട്ട് അതിനൊരു സംഭവം മഹാനവറുകൾ തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് വയസ്സാണ്, ഒരു ദുർബലയാണ്, അവരെ ഞാൻ ചുമലിലേറ്റിയിട്ടാണ് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും അവർക്ക് ഉളു എടുത്തു കൊടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാ ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഹൽ അദ്ദൈതു ഹഖ്ഖഹാ, എൻ്റെ ഉമ്മാക്ക് വീട്ടേണ്ട കടപ്പാട് ഞാൻ വീട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഉമ്മാക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക, ആ മാറ്റിവെച്ചതൊന്നും ഉമ്മാന്റെ ഒരു കടപ്പാട് വിട്ടതായിട്ട് പടച്ചോൻ കൂട്ടൂലേ എന്ന് ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്നാലും അത് ഹഖ് വീട്ടിയതായിട്ട് കൂട്ടാൻ മാത്രമല്ല. എന്തുകൊണ്ട്? ചെറുപ്പത്തിൽ ഇന്നഹാ കാനത് തസ്നഉ ദാലിക ബിക വഹിയ തതമന്നാ ബഖാഅക, ചെറുപ്പത്തിൽ നിന്റെ ഉമ്മ നിന്നെ പോറ്റുമ്പോ നിന്റെ ഉമ്മാന്റെ ചിന്ത എന്താ? എൻ്റെ മോൻ ജീവിക്കണം, വളരണം, വലുതാവണം, ഉഷാറാവണം എന്നാ. അതേ സമയം നീയാണെങ്കിലോ ഉമ്മാനെ വയസ്സാം കാലത്ത് കുറച്ചു കാലം നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ അങ്ങ് മരിച്ചു പോകട്ടെ, മരിക്കലോടുകൂടെ എൻ്റെ ഈ കഷ്ടപ്പാട് തീരുമല്ലോ എന്ന ചിന്തയിലല്ലേ നീ നോക്കുന്നത്? വയസ്സായ ആളുകളെല്ലാം നോക്കുന്നവർ അങ്ങനല്ലേ നോക്കുന്നത്? കുറച്ചു കാലം ഇത് സഹിക്കേണ്ടി വരും, പിന്നെ ഉമ്മ മരിച്ചു പോകും, ഈ ചിന്തയിലല്ലേ നോക്കുന്നത്? ആ ചിന്ത നിന്നെ വളർത്തി വലുതാക്കണമെന്ന ആ ചിന്തക്ക് പകരം നിൽക്കാൻ നീ എത്ര കാലം ഉമ്മാനെ നോക്കിയിട്ടും കാര്യമില്ല, അതിന് പകരാവൂല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ജീവിതകാലത്ത് എത്ര ചെയ്താലും നമ്മളെ കൊണ്ട് പ്രത്യുപകാരം ചെയ്യാൻ പറ്റൂല എന്നാ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുണം ചെയ്യുന്നതിന് പകരം ഇബ്നുൽ ജൗദി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരാളൊരു നിയമത്ത് ചെയ്ത് തന്നിട്ട് മാതാപിതാക്കൾ നമുക്ക് അനുഗ്രഹം ചെയ്ത് തന്നിട്ട് ആ അനുഗ്രഹത്തെ നമ്മൾ നിഷേധിക്കുക, കണ്ടില്ല എന്നടിക്കുക, അത് വളരെ താഴ്ന്ന സ്വഭാവമാണ്. അതിനേക്കാളും വലിയ ദുരന്ത ആ ഗുണങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ള മാതാപിതാക്കളെ
വയസ്സാങ്കാലത്ത് ദ്രോഹിക്കാന്ന് പറഞ്ഞാൽ അതിനെ പറ്റി പിന്നെന്താ പറയേണ്ടത്? ഇന്നുവരെ നമ്മൾ ന്യൂസിൽ കേട്ടിരുന്നു UP-യിൽ മാതാപിതാക്കളെ വെട്ടിനുറുക്കി ചാക്കിലാക്കി കൊണ്ടുപോയിട്ട് പുഴയിലിട്ടു എന്ന് പറഞ്ഞിട്ട്. അത് UP-ക്ക് പോകേണ്ട ആവശ്യമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ സ്ഥിരം കേൾക്കുന്നതാണ്. മാതാപിതാക്കളെ ചവിട്ടി കുത്തി തല്ലി കൊന്നു വീട്ടിൽ നിന്ന് പുറത്താക്കി വൃദ്ധസദനത്തിലാക്കി. അതിനെപ്പറ്റി പിന്നെ എന്താ പറയേണ്ടത്? മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ലവാഖിഹുൽ അൻവാറിൽ പറഞ്ഞു, ഖിദാലൈനാ അൽഹദുൽ ആമു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിരന്തരം ഉമ്മത്തുകളാകുന്ന നമ്മളോട് ചെയ്ത വലിയ ഒരു പ്രതിജ്ഞയായിരുന്നു, അന്നുറഗിബ ഇഖ്വാനനാ ഫീ ബിരി വാലിദൈഹിം, മാതാപിതാക്കൾക്ക് എപ്പോഴും നമ്മൾ ഗുണം ചെയ്തുകൊണ്ടേ ഇരിക്കണം, വൽ ഇഹ്സാനി ഇലൈഹിം, അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും സാന്ത്വനങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം, വസിലത്തിഹിം, നീ സ്വന്തം ഒരു വീടുണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിലും തറവാട്ട് വീട്ടിലുള്ള നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും ഇടക്കിടക്ക് കണ്ടിട്ട് അവരുമായിട്ടൊരു ബന്ധം ചേർത്തുകൊണ്ടേ ഇരിക്കണം. അതിൽ നിങ്ങൾ മഹാന്മാരെ മാതൃകയാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഷാറാനി ഇമാം പറയാ, അതിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും ഉമ്മാന്റെ തൊട്ടടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല പോലും. എന്തുകൊണ്ട്? ഉമ്മാന്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അറിയാതെ ഞാനത് ഉമ്മ കഴിക്കുന്നതിന് മുമ്പേ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എത്ര വിഷമാവും? മനസ്സിലായ? ഞാൻ ഉമ്മ അറിയാതെ ഒരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം അത് ഈത്തപ്പഴമാവട്ടെ മുന്തിരിയാവട്ടെ ഇറച്ചിക്കഷ്ടമാവട്ടെ ഉമ്മ എടുക്കണമെന്നെങ്ങാനും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നില്ലേ എന്ന പേടി കൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമ്മന്റെ അടുത്തിരുന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാറുണ്ടായിരുന്നില്ല പോലും. അങ്ങനെയാണ് മഹാന്മാര് മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ അവരെ സന്തോഷിപ്പിച്ച് ജീവിപ്പിച്ചത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവരെ കഴിയുന്ന രീതിയിലെല്ലാം സന്തോഷിപ്പിക്കുകയും നമ്മളാൽ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ ഗുണങ്ങളും ചെയ്ത് പോറ്റാൻ ശ്രമിക്കണം. അത് നമുക്ക് ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമ. നിങ്ങൾക്ക് ആയുസ് കൂടണമെന്നും റിസ്കിൽ വിശാലത ഉണ്ടാകണമെന്നും നിങ്ങൾക്ക് സമ്പത്ത് കൂടണമെന്നും ആഗ്രഹമുണ്ടോ? നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തോ, കുടുംബബന്ധം ചേർത്തോ. ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പം നമ്മളെ ജീവിതത്തിൽ ഒരു ബറക്കത്താണ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവർക്ക് നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അല നബിയിൽ മുസ്തഫ.